ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 38-ാം സങ്കീർത്തനം 21-22 തിരുവചനങ്ങൾ. കർത്താവേ, എന്നെ കൈവെടിയരുതേ. എൻ്റെ ദൈവമേ, എന്നിൽ നിന്നും അകന്നിരിക്കരുതേ. എൻ്റെ രക്ഷകനായ കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദാവീദ് സങ്കീർത്തനം എഴുതുമ്പോൾ ദാവീദ് കർത്താവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, കർത്താവേ, എന്നെ കൈവെടിയരുതേ. എൻ്റെ ദൈവമേ, എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എന്ന്. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ തകർച്ചകളുണ്ടാകുമ്പോൾ, രോഗപീഠകളുണ്ടാകുമ്പോൾ, മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുമ്പോൾ, എനിക്കാരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന ഒരു അവസ്ഥ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവൻ തമ്പുരാൻ്റെ മുമ്പിലേക്ക് നോക്കിക്കൊണ്ട് അവൻ വിളിക്കണം, കർത്താവേ, എന്നെ കൈവെടിയരുതേ. എൻ്റെ ദൈവമേ, എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്നോടുകൂടെ ഞാൻ എന്നുമുണ്ട്. നിന്നോടുകൂടെ വസിക്കുവാൻ ഞാൻ എന്നെ തന്നെ നിനക്കായി നൽകിയിരിക്കുന്നു. ലോകം മുഴുവനും തകർച്ചയിലേക്കും ദുരിതത്തിലേക്കും പോകുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ വന്നിരുന്ന് അവിടുന്ന് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. നിൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്, ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. കാരണം നിൻ്റെ ഉള്ളിൽ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവമായ കർത്താവ് വാസമർപ്പിച്ചിരിക്കുന്നു. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. തകർച്ചകളുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, ദുരിതങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാം, കർത്താവേ, എന്നെ കൈവെടിയരുതേ. എൻ്റെ ദൈവമേ, എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ. എൻ്റെ രക്ഷകനായ കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.